ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോകാൻ പോകുന്നതാണ്. വേറെ എവിടെയല്ല, നമ്മൾ തളിപ്പറമ്പ് കൂർഗ് ബോർഡറിലേക്കാണ്. ഞാൻ പിന്നെ പാലക്കാട് തട്ടി പോകുമ്പോൾ പിന്നെ അതേപോലെ പൈതൽ മലയിലും പോകുമ്പോൾ ഈ ഒരു ബോർഡ് കുറേ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് അവിടെ എന്താ സംഭവം ഏതാ ഒന്നും അറിയില്ല. നമ്മൾ ആ ഒരു ബോർഡ് കണ്ട സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കാൻ അന്വേഷിച്ചിട്ട് ഇറങ്ങുന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇത്രയും സമയം മഴയില്ല. നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങാൻ നേരത്ത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. സമയം ഇപ്പം തന്നെ 8 മണിയായി. ഇവിടുന്ന് ഏകദേശം 1.25 മണിക്കൂറാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഴയങ്ങാടി ടൗണിലെത്തി. പിന്നെ ഇപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് അത്ര വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ലേ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു സമയത്തെല്ലാം. പഴയങ്ങാടി ഇത്ര അടുത്താണെങ്കിലും നമ്മളധികം പിന്നെ ടൗണിലെന്ന് പറഞ്ഞാൽ കണ്ണൂർ തന്നെയാണ് പോക്ക് എല്ലാ ആവശ്യത്തിനും. ഇവിടെ എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ പൊതുവേ ഇങ്ങോട്ടേക്ക് വരുത്ത് കുറവാണ്. അപ്പോൾ നമ്മളിത് ഈ സർക്കിളിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ തളിപ്പറമ്പിലേക്ക് എത്തും, ലെഫ്റ്റ് പോയാൽ ഏഴുമല എത്തും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ തളിപ്പറമ്പ് റൂട്ടിലൂടെ പോയാലും നമ്മളിപ്പോൾ പോകുന്ന ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റുമേ. പിന്നെ നമുക്ക് ഗൂഗിൾ കാണിച്ചു തരുന്ന വേറൊരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നിങ്ങൾ പറയും, എപ്പോൾ നിങ്ങൾ ഈ മാപ്പ് നോക്കിയിട്ട് പോയിട്ട് റൂട്ടെല്ലാം മാറിയല്ലേ എന്ന്, എന്തിനാ പിന്നെ ഈ മാപ്പ് വെച്ച് പോകുന്നതെന്ന് പറയണ്ട. നമ്മൾ എന്തായാലും ഇവരൊക്കെ ഉണ്ട്, പെട്ടെന്നാണ് ഇവനെല്ലാം ഇൻഡിക്കേറ്റർ ഇടാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നമ്മൾ പിന്നെ മാപ്പ് ചതിച്ചാലും നമ്മൾ വീണ്ടും മാപ്പ് വെക്കും. പുതിയ റൂട്ടിലെവിടെ പോകാനാണ് നമുക്കിഷ്ടം. നമ്മൾ ഇന്ന് പോകുന്നത് അതുപോലത്തെ ഒരു റൂട്ട് സെലക്ട് ചെയ്തിട്ടാണ്. നമുക്ക് നോക്കാമല്ലേ എങ്ങനെ എത്തും, എവിടെ എത്താം. നല്ല രസമല്ലേ പുതിയ പിന്നെ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. പുതിയ വഴികൾ, പുതിയ പിന്നെ സീനറി കണ്ട്, പിന്നെ പുതിയ ആൾക്കാർ, രസം. അടുത്തിലാന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയത്. പഴയങ്ങാടി അടുത്തില. ഇവിടെ ലെഫ്റ്റിലൊരു കവാടം കണ്ട. ഈ കവാടത്തിൻ്റെ ഉള്ളിലൂടെയാണ് വയലപ്ര പാർക്കിലേക്ക് പോകേണ്ടത്. നമ്മൾ ഈ ഒരു മാട്ടൂൽ പഴയങ്ങാടി ഭാഗത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. പത്തായം റെസ്റ്റോറൻറ്റ്. ഇവിടെ രാത്രി ഭയങ്കര തിരക്കാണ്, ലോറിക്കാരെ കൊണ്ടുള്ള തിരക്കാണ്. ലഡാക്കിൽ പോകുന്നതിന് മുമ്പ് വരെ എനിക്ക് ഈ ലോറിക്കാരെ തീരെ ഇഷ്ടമല്ലേ. വല്ലാതെ സാധനങ്ങളെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ഫിലിമിലെല്ലാം നമ്മളെപ്പോൾ ലോറി ആക്സിഡൻ്റ് ആക്കാൻ വേണ്ടി കൊണ്ടുവരുന്നില്ലേ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ നമ്മൾ പിന്നെ ലഡാക്കിൽ പോയ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് അവരാണ് വേഗം സൈഡാക്കി തരലും ചെയ്യാനേ. പിന്നെ നമ്മളൊരു ഫസ്റ്റ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ പ്ലേറ്റ് പൊട്ടി. അപ്പോൾ ഞങ്ങൾ കയറോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അവിടെ ഒന്നും നമ്മൾ കരുതിയിട്ടില്ല. അങ്ങനെ നമ്മൾ സൈഡാക്കി. ഇത് പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ട് നമുക്ക് പോകാനും പറ്റില്ല. എനിക്കൊന്ന് മഹാരാഷ്ട്രയിൽ മറ്റേ എത്തിയതാണെന്ന് തോന്നുന്നു നമ്പർ പ്ലേറ്റ് പൊട്ടിയത്. അങ്ങനെ നമ്മൾ സൈഡാക്കിയിട്ട് എന്താ ചെയ്യാന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് വേഗം ഒരു പിന്നെ ലോറിക്കാരെ സൈഡാക്കി എന്താ പ്രശ്നം എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവരൊരു കയറൊക്കെ തന്ന് നമ്മൾ കെട്ടി വെച്ച് അങ്ങനെയാണ് പോയത്. പിന്നെ അതുപോലെ നമ്മൾ എവിടെയെങ്കിലും റോഡ് പിന്നെ ബ്ലോക്ക് ആയിട്ടെല്ലാം കിടക്കുന്ന സമയത്ത് പിന്നെ എന്തൊക്കെ ഹെൽപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേഗം പറഞ്ഞുതരൊക്കെ ചെയ്യും. റൂട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുതരും. നല്ല ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം എനിക്ക് ലോറിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് പിലാത്തറ ബസ് സ്റ്റാൻഡാണ് കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പോകണം. ഇത് മാധവങ്കലത്തേക്ക് പോകുന്ന റോഡാണ്. മാധവങ്കലം, ചെറുപുഴ അങ്ങനെയൊക്കെ പോകുന്ന റോഡാണിത്. നമ്മളന്നേരം റാഫ്റ്റിംഗ് എല്ലാം പോകുന്നത് ചെറുപുഴയിൽ നിന്ന്. നമ്മളെ കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ള റാഫ്റ്റിംഗ് ആണ് ചെറുപുഴ റാഫ്റ്റിംഗ്. നല്ല സൂപ്പർബ് സംഭവമാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഷിറു ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഇപ്പോൾ വേറെ ആക്ടിവിറ്റീസൊക്കെ വന്ന് പിന്നെ എന്താ റോപ്പിലൂടെ താഴോട്ടൊക്കെ ഇറങ്ങുന്നത്, എന്തോ അതിന് പേരുണ്ട്, ഞാൻ മറന്നുപോയി. അത് ഞാൻ ചെയ്തിട്ടില്ലേ, അത് ഇപ്രാവശ്യം വന്നതാണ്. പിന്നെ അതുപോലെ അവിടെ ഒരു കേവ് ഉണ്ട്, കേവിൻ്റെ അകത്തും ഞാൻ പോയിന്. അതിൽ സൂപ്പർബ് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസിൻ്റെ അടിപൊളി സംഭവമാണ്. അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറാണ്, അല്ലാത്തവർ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ചെല്ലക്കാറ്റിൽ പൂത്തുവോ. ഹായ് നെൽവയൽ.
ആ നേരെ പോയിക്കോ അവിടെ രണ്ടും ഒന്നിലെത്താം. അവിടെ ഒരു പാലം കിട്ടും, അവിടെയൊക്കെ ഇതും വരാം. അതിലേക്ക് തന്നെ പോയിക്കോ. ഞാൻ ഈ റോഡിൽ ലെഫ്റ്റിലേക്ക് കയറിയിട്ടുള്ളേ, കുഴപ്പമില്ല, രണ്ടും സെയിമാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പയ്യന്നൂർ എത്തുവേ. അപ്പോൾ നമ്മളിതിപ്പം മാതമംഗലം എത്താനായി. അപ്പോൾ നമ്മളിപ്പം സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് റെസ്റ്റോറൻ്റൊക്കെ നോക്കി വെച്ചിട്ടാണ് പോക്ക്. ഇന്ന സ്ഥലത്ത് നിന്ന് കഴിക്കുക അങ്ങനെ വിചാരിച്ചിട്ടാണ് പോക്ക്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഇന്ന സ്ഥലത്ത് നിന്ന് കഴിക്കുക എന്നൊന്നും വിചാരിക്കുന്നില്ല. ഏതായാലും എവിടുന്നെങ്കിൽ കിട്ടിയാൽ കഴിക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. അപ്പം നമ്മളിതിപ്പോൾ മാതമംഗലം ടൗണിലാണ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ തന്നെയാണ് പോകേണ്ടത്, ചെറുപുഴ റോഡിലേക്കാണ് പോകേണ്ടത്. ചെറുപുഴ റോഡിലേക്കല്ല, ചെറുപുഴ എത്തണം. എന്നിട്ട് അവിടെ നിന്നാണ് ഡിവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ മഴ തന്ന് പൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്ന് തോന്നുന്നത്. ഇനിയിപ്പം പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് കാലാവസ്ഥ മാറാനുള്ള ചാൻസും ഉണ്ട്. ചെറുപുഴ നേരെ കക്കറ എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റിലേക്ക്, വായിക്കാനൊന്നും കിട്ടുന്നില്ല. എന്തായാലും ചെറുപുഴ നേരെയാണ്. ഇപ്പം നല്ല കയറ്റെല്ലാം കയറി മേലോട്ടേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഇതാ ലെഫ്റ്റ് സൈഡിലെല്ലാം നല്ല പിന്നെ റബ്ബർ തോട്ടം, റൈറ്റ് സൈഡിലാണെങ്കിൽ പിന്നെ ഇറക്കാൻ തോന്നുന്നുണ്ട്, കാടാണ് ശരിക്കും, ബാക്കിയൊന്നും കാണുന്നില്ല. എന്തായാലും അടിപൊളി റോഡ്, നൈസ് സൂപ്പർബായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാം. നല്ലൊരു വൈബ്. ഇപ്പം അധികം വെയിലും ഒന്നുമില്ല, വെയിലെല്ലാം പോയി, നല്ല കാലാവസ്ഥ. എനിക്ക് ഇതേപോലത്തെ റോഡാണ് ഇഷ്ടം. കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ പരന്ന് കിടക്കുന്ന റോഡ്, ചുറ്റും നല്ല പച്ചപ്പ്. വാവ്, ഏതാ റോഡ് നോക്കിയേ, ചുറ്റും രണ്ട് സൈഡിൽ നല്ല മരങ്ങളെല്ലാം ഇങ്ങനെ നിന്നിട്ട് ഫുള്ള് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇരുടാന്ന് ഫീൽ ചെയ്യുന്നത്. തീരെ സൂര്യപ്രകാശമില്ല. മില്ല് സോമില്ല കേട്ടാ, ഒരുപാട് മരങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ഭാഗത്തേക്കുള്ള റോഡിനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, എമ്മാതിരി റോഡ്. ഓ പൊളി. മരങ്ങളെല്ലാം നോക്കിയേ, ഏതാ ഹൈറ്റുള്ള മരങ്ങൾ. നല്ല കാട്ടിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീല്. സൂപ്പർ റോഡ് കേട്ടാ, ഒരു രക്ഷയില്ല, നൈസ് റോഡ്. ഓ നോക്കിയേ അങ്ങോട്ടല്ലോ, റോഡാ നോക്കേണ്ടത് സൈഡാ നോക്കണ്ട, ഒന്നും മനസ്സിലാവില്ല, എല്ലാം പൊളി. എന്തായാലും നമുക്ക് റോഡ് നോക്കി ഓടിക്കാം. ഉഴിച്ചി, ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ട, ഉഴിച്ചി എന്നാണ്. ഇത് സ്കൂളാന്ന് തോന്നുന്നുണ്ടേ, ഇനി പള്ളിയാണോ അതും അറിയില്ല. ആ പള്ളിയാണ്, ചെറുപുഴ പള്ളി. വാ മുകളിൽ നോക്കിയേ, നല്ല കോട മല. അതാ ആ സൈഡ് മൊത്തം ഇങ്ങനെ മലയാണേ. മുമ്പെല്ലാം നമ്മൾ ഈ ഒരു മല കാണുക വയനാട് വരെ എത്തണം. പക്ഷെ ആ സമയം നമുക്കറിയില്ല, നമ്മളീ നാട്ടിലെല്ലാം ഇങ്ങനെ ഒരു പിന്നെ മലയും കാര്യങ്ങളെല്ലാം ഉള്ള ഇങ്ങനെ ഒരു നാടുണ്ട് പോലും നമുക്കറിയില്ലേ. നമ്മളങ്ങനെ ദൂരെയൊന്നും പോക്കില്ല. പക്ഷെ ഇപ്പം അന്ന് മനസ്സിലാകുന്നത് നമ്മളെ നാട്ടിൽ തന്നെ കോടയും മലയും എല്ലാ സംഭവം ഉണ്ട്. നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. നമ്മൾ ഇറങ്ങാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ റോഡിൻ്റെ കാര്യം പറയുന്നെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടാ, അടിപൊളി. മലയോര ഹൈവേ ആയതുകൊണ്ട് ഇത്ര അടിപൊളി റോഡാക്കിയിട്ടുള്ളത്. മിക്ക സ്ഥലത്തും നമ്മൾ മലയോര ഹൈവേയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ നൈസ് റോഡ് തന്നെ നമുക്ക് കിട്ടല്. ഒരു പൊട്ടലോ ചീറ്റലോ ഒന്നുമില്ലാത്ത സൂപ്പർ റോഡ്. ചിറ്റാരിക്കൽ പഞ്ചായത്ത് നമ്മൾ മറ്റേ ഇതിലൊക്കെ കാണുന്നില്ല അധികം. പിന്നെ ഇതിലൊക്കെ എന്താ നമ്മളെ വോട്ടിൻ്റെ എണ്ണുന്ന സമയത്തൊക്കെ ചിറ്റാരിക്കൽ പഞ്ചായത്ത് എന്നൊക്കെ കേൾക്കാം.
വാ, മുകളോക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കണ്ണൂർ റൈഡേഴ്സ് അല്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മസ്റ്റായിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. അടിപൊളി വൈബാണ്. നമ്മളെ റോഡ് സൂപ്പറാണ്, എന്താ പറയുക, നല്ല വ്യൂ ആണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ റൈഡൊക്കെ ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി, നല്ല എന്താ പറയുക, നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. നല്ല റോഡൊക്കെ മാറി കേട്ടോ. റോഡ് ഒരു പിന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡിലേക്ക് മാറി, ചുറ്റും നല്ല മരങ്ങളെല്ലാം ആയിട്ടുള്ള ഫുള്ളി വൈബ്. കാറ്റാം കവല, അപകട മേഖല, വേഗത കുറക്കുക. നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കവലയിലേക്ക് എത്താൻ പോകുന്നേ. അത് നോക്കിയേ, ഗിയർ വരെ ഷിഫ്റ്റ് ചെയ്യാൻ മറന്നുപോയി. അത്ര സൂപ്പർ. അതിൻ്റെ ഇവിടെ നോക്കിയാൽ പുതിയ വീട് വരുന്നുണ്ട്. നൈസ്. ഓ, ഒന്നും പറയാനില്ല കേട്ടാ. ഇത് കൂർഗ് ബോർഡറിലെത്തിയിട്ട് കൂർഗിലേക്ക് കയറോ? അന്നേരം അവിടെ എത്തിയിട്ടുള്ള മൂഡ് നോക്കിയിട്ട് കയറും അല്ലേ? ആ ശരിയാന്ന്, നമ്മളെ സ്വിമ്മിങ് 10 o'clock ആയി കേട്ടോ. ഷുറു ഏകദേശം ആയാ? അവർ ഗൂഗിൾ നേരത്തെ പറഞ്ഞ ഒരു 10 o'clock ആകുമ്പോഴേക്കും അവിടെ എത്തുന്നല്ല. ഓക്കെ, അത് പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിർത്തുന്നുണ്ടല്ലോ. തിരിച്ചു വരുമ്പോൾ വ്ളോഗിങ് ഇല്ലല്ലോ, അടിച്ചു വിട്ടാൽ മതിയല്ല. കൊന്നക്കാട്, കാനങ്ങാട് 44 കിലോമീറ്റർ ഷുറു. ശീർഷ, ഇതും കാനങ്ങാടേക്ക് പോകുന്ന റോഡാന്ന്, മുമ്പത്തെ നമ്മളെ റോഡ്. ആ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കാനങ്ങാട് 44 കിലോമീറ്റർ എഴുതി വെച്ചിട്ട് അവിടെ. പക്ഷെ ഇത് സംഭവം അടിപൊളി റോഡാണല്ലോ അല്ലേ? ആ അല്ല, പക്ഷെ അത് ഒരുപാട് വർഷമായില്ലേ നമ്മൾ, പിന്നെ എനിക്ക് തോന്നുന്നേ ഒരുപാട് വർഷമായി ഇപ്പോൾ അപ്പുറത്തൂടെ തന്നെ പോകുന്ന ഇരിട്ടി വഴി. നമ്മൾ മുമ്പെല്ലാം പിന്നെ കുടകിലേക്ക് പോകുമ്പോൾ പിന്നെ നീലേശ്വരം വന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക്, അതായത് കാനങ്ങാട് പ്രോപ്പർ എത്തൂല, അതിന് മുമ്പേ ആണ് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുത്തുക. എനിക്ക് തോന്നുന്നു ആ റോഡ് തന്നെയാണെന്ന് തോന്നിയത്. അപ്പം ആ സമയത്ത് നമ്മൾ ഇരിട്ടി വഴി പോക്കില്ലേ, ഇരിട്ടി വഴി പോകുമ്പോൾ ബീരാജുപേട്ടിലെ ആ ഒരു റോഡിലും ഭയങ്കര പിന്നെ എന്താ പറയുക, പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ അവിടെ നിന്ന് എപ്പോൾ പോക്ക്. പക്ഷെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇരിട്ടി വഴി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പോയി നോക്കട്ടെ എവിടെ ഇത് എൻ്റെ എന്നുള്ളത്, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ആ ടൗണിലെത്തിയേ. ഇതിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കൊന്നക്കാട്. ഒരുപാട് വർഷമായതുകൊണ്ട് പേരൊന്നും ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണോ? ഓക്കെ, ഇതാണ് ശരിക്കും പിന്നെ കൂർഗ് ബോർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ ലൊക്കേഷൻ ഇവിടെ വെച്ച് അവസാനിച്ച്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുന്നോട്ടെല്ലാം പോയി നോക്കട്ടെ കേട്ടാ. അച്ചങ്കല്ല് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടത്തിലേക്ക് ഇങ്ങോട്ടേക്കാണ് 2.5 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ.
യെസ്, ഞാൻ ഇത് ബാക്കിലെത്തി. നല്ല ഇറക്കാന്നേ, ഒന്നൊന്നര ഇറക്കാന്. ഫസ്റ്റ് ആയിട്ട് ഇത്രയും വലിയ ഇറക്കം ആദ്യമായിട്ട് ഇറക്കുന്നത്. പിന്നെ വേറെ വണ്ടികളൊന്നും ഇല്ല. പിന്നെ കുഞ്ഞു റോഡാണ്, ഇമ്മിണാച്ചി റോഡ്. ഒരു നല്ല വളവ്. യെസ്, പാർക്കിംഗ് ചാർജ് 2 വീലറിന് 20. യെസ്, നമ്മളിപ്പം അച്ചൻകല്ല് വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയേ. ഇവിടെ എന്ന് പറഞ്ഞാല് നല്ല അടിപൊളി പിന്നെ വാട്ടർഫോളാണ്. പിന്നെ ഇവിടെ ഒരു കടകളൊക്കെ ഉണ്ട്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണെന്നാണ് പറയുന്നത്. പിന്നെ കുടകുന്ന് കർണാടക ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നമ്മൾ കണ്ണൂരിൽ നിന്നുള്ളവർ അത്യാവശ്യം ആഴ്ചയിൽ 1-2 ആൾക്കാർ മാത്രമേ ഇവിടെ വിസിറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടുത്തെ ചായക്കടക്കാരൻ പറഞ്ഞത്. അറിയില്ല, അതാണ് നമ്മളെ കാസർഗോഡ് ജില്ല ബാംഗ്ലൂരേ വരുന്നുണ്ട്. കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല. ഓക്കെ, ഏട്ടാ എന്തെല്ലാം കഴിക്കാനുള്ളേ? കഴിക്കാൻ ചക്കയപ്പം ഉണ്ട്, ബ്രെഡ് ആംപ്ലേറ്റ്, പിന്നെ ഓക്കെ, പിന്നെ ചായ അല്ലേ? ചായ, കാപ്പി, ഹോർലിക്സ്, ബൂസ്റ്റ്, മാഗി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. പിന്നെ ഇപ്പോൾ ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് ചക്കയപ്പം ഉണ്ട്. പിന്നെ അതുപോലെ ഇതൊക്കെ ഉണ്ട്, എന്താ പായസമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പായസം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കൊണ്ടുവരും. ഈ ചക്കയപ്പത്തിലുണ്ടല്ലോ അഡീഷണൽ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ, വെറും അരിയും ചക്കയും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തതവനാണ് വെളുപ്പിന് വിട്ടേ ഇല്ല, ഞങ്ങള് ഒരു 8 മണി 7 മണിയാണ്. 8 മണിയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പുറത്താണ്. നിങ്ങളിങ്ങനെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെറുതെ വന്നതാണ്. ഞങ്ങളിവിടെ ബോർഡറിലേക്ക് വന്നതല്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ അപ്പോൾ ഇവിടെ കൂടെ വന്നപ്പോഴാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ പോകുന്നുണ്ടത്. അങ്ങനെ വെറുതെ കാര്യമില്ല. വേനൽക്കാലത്തെ അങ്ങോട്ട് ബാരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പിന്നെ റാണിപുരം പോയിട്ടില്ല. റാണിപുരം പോയിട്ടില്ല. ഇപ്പൊ തന്നെ അത്രയായിട്ട് ഒരു 5 കൊല്ലമായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചതിന് ശേഷം വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകുകയെന്ന്. ആ കടൻ്റെ സൈഡിലൂടെ തന്നെയുള്ള ഒരു ചെറിയ വഴിയിലൂടെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ പിന്നെ ഇവിടെ അത്ര വലിയ ആഴോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് നന്നായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു വാട്ടർഫോളാണ്. നല്ല അടിപൊളിയായിട്ട് വെള്ളം മേലെ നിന്ന് ഇങ്ങനെ പിന്നെ ചാടി വരുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുകയെന്ന്. നമ്മൾ തിരിച്ചു വരുമ്പോൾ തളിപ്പറമ്പ് റൂട്ടിലൂടെ വരാമെന്ന് വിചാരിച്ചേനെ. അപ്പോൾ മാതമംഗലം വരെ എത്തിയിട്ട് മാതമംഗലത്തു നിന്നാണ് മാറേണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തളിപ്പറമ്പിലേക്ക് പോകാണ്ട് നേരെ പഴയങ്ങാടി വഴിയാണ് തിരിച്ചു വന്നത്.